സ്വലാത്ത് ചൊല്ലി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന് തെളിവുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഖസ്വീനി ഇമാമിന്റെ ഒരു റിപ്പോർട്ട് മാത്രം, ഒരു ചരിത്രം മാത്രം നിങ്ങളോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ പറഞ്ഞു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അത് കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹജ്ജിന്റെ വേളയിൽ വിശുദ്ധമായ കഅബാലയത്തെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഒരു മനുഷ്യനെ പെടുകയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത മഹാനവറുകൾ കണ്ടത്, ആ മനുഷ്യൻ തൽബിയത്ത് ചൊല്ലുന്നില്ല, തഹ്ലീൽ ചൊല്ലുന്നില്ല, മറ്റു ദിക്റുകളൊന്നും ചൊല്ലുന്നില്ല. പകരം അദ്ദേഹം ചൊല്ലുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. اللهم صل على محمد يا ربي صل عليه وسلم. തവാഫ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ആ ഒരു സ്വലാത്ത് മാത്രമായതുകൊണ്ടൊരു പ്രത്യേകതയുണ്ടല്ലോ ഈ മനുഷ്യരെന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം ചോദിച്ചു, ഞാൻ ഹജ്ജിന് വേണ്ടി വലിയ ദൂരത്തുനിന്ന് യാത്ര ചെയ്തു വന്ന ആളാണ്. അതൊക്കെ തന്നെ ശരി തന്നെ, പക്ഷേ നിങ്ങളിൽ നിന്നൊരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ മറ്റു ദിക്റുകളൊന്നും ചൊല്ലാതെ സ്വലാത്ത് മാത്രം ചൊല്ലുന്നുണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോ നിങ്ങളാരാണ്? തിരിച്ചു ചോദ്യം വരുന്നുണ്ട്. പറഞ്ഞു, ഞാൻ സുഫിയാനു സൗരിയാൻ. അവിടുന്ന് പറഞ്ഞു, അങ്ങനെയാണോ? നിങ്ങൾ ഈ കാലഘട്ടത്ത് വലിയ മഹത്വമുള്ള മനുഷ്യനല്ലേ? طلعَ البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദ് അമീൻ അൽ ബാഫഖി തങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരും നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു. അൽഹംദുലില്ലാ, വളരെ വൈകി തുടങ്ങിയത് കൊണ്ട് തന്നെ വളരെ ഏറെ വൈകാതെ നമുക്ക് പിരിയണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഈ മനുഷ്യന്റെ പ്രത്യേകത, ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ സുഫിയാനു സൗരി ആയതുകൊണ്ട്, ഈ കാലഘട്ടത്തിൽ വലിയ മഹത്വമുള്ള ആളായതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടുന്ന് പറയുകയാണ്, ഞാൻ ഹജ്ജിന് വേണ്ടി വരുമ്പോ എന്റെ കൂടെ എന്റെ പിതാവ് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ വഴിമധ്യേ എന്റെ പിതാവിന് രോഗം ബാധിക്കുന്നു, ഞാൻ ശുശ്രൂഷിക്കുന്നു. പക്ഷേ രോഗം കഠിനമായപ്പോ ഒരു പാതിരാ സമയത്ത് എന്റെ വാപ്പ അങ്ങ് മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ വാപ്പക്ക് വേണ്ടി മയ്യിത്ത് പരിപാലനം നടത്താൻ ഞാൻ ഒരുങ്ങുമ്പോ എന്റെ വാപ്പയെ ഇങ്ങനെ കിടത്തുന്ന ആ അവസരത്ത് വാപ്പയുടെ ശരീരത്തിൽ നോക്കുമ്പോ അതാ വാപ്പയുടെ ശരീരമങ്ങ് വിവർണമാവുകയാണ്. എന്തിനു പറയുന്നു, മുഖമങ്ങ് കറുത്തു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ വല്ലാത്ത പേടിയിലായി പോയി. അദ്ദേഹം പറയുന്നു, ഞാൻ പേടിച്ചുകൊണ്ട് പല ദിക്റുകളും ചൊല്ലി ഖുർആൻ ഓതി പലതും അവിടെ നിന്ന് ചെയ്തു നോക്കി, മാറ്റമൊന്നും വരുന്നില്ല. ഒറ്റക്ക് പാതിരാ സമയത്ത് അവിടെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ പറയുകയാണ്, ആ സമയത്ത് നല്ല മുഖകമലമുള്ള മുഖം, നല്ല പ്രകാശിക്കുന്ന രൂപത്തിലുള്ളൊരു മനുഷ്യൻ അവിടേക്ക് വരുന്നു. അദ്ദേഹം ലക്ഷ്യം വെച്ച് വരുന്നത് എന്റെ പിതാവിനെയാണ്. എന്റെ പിതാവിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മൂടി വെച്ചിരുന്ന ആ മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് ആ പിതാവിന്റെ മുഖത്തേക്ക് അദ്ദേഹം തടകുകയാണ്. തടകിയതിന് ശേഷം ആ മനുഷ്യൻ അങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോ മുണ്ടിന്റെ കോന്തലക്കല് ഞാനൊന്ന് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളാരാണ്? അവിടുന്ന് ചോദിച്ചു, എന്നെ അറിയില്ലേ? ഞാൻ മുഹമ്മദ് മുസ്തഫ.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങളുടെ പിതാവുണ്ടല്ലോ, ഒരുപാട് ആഭാസത്തരങ്ങളിൽ മുഴുകിയ ആളാണെങ്കിലും, ഒരുപാട് മോശമായ പ്രവർത്തനം ചെയ്ത ആളാണെങ്കിലും, നിരന്തരം എല്ലാ ദിവസവും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. മരിക്കുന്ന സമയത്തും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സഹായം തേടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി നിരന്തരം സ്വലാത്ത് ചൊല്ലുന്ന ആള്, ആ ആളെന്നെ വിളിച്ച് സഹായം ചോദിച്ചാൽ എനിക്ക് തട്ടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ പറയുന്നു, ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തുപോയി. എൻ്റെ എല്ലാ സമയങ്ങളും ഇനി മുതൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമെന്ന തീരുമാനമെടുത്തുപോയി. മുഅ്മിനീങ്ങളെ, നമുക്കും മരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രയാസഘട്ടത്തിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടേ? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലാൻ ഈ സാദാത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മജ്‌ലിസിൽ വെച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമുക്കും എപ്പോഴും സ്വലാത്ത് ചൊല്ലണം, മുത്തുനബിയെ മഹബ്ബത്ത് വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.